Dear students, now we can do some problems based on Cauchy's convergence criterion and theorems on Cauchy's sequences, Cauchy's criterion, etc. First problem is apply Cauchy's convergence criterion to show that the sequence AN, where AN is equal to 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n is not convergent. അപ്പം നമ്മൾ ഇത് കൺവെർജൻ്റ് അല്ല എന്നാണ് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ കൺവെർജൻ്റ് ആണ് എന്നുള്ളതിന് നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചു. ഒന്നാമത്തെ ഡെഫിനിഷൻ വെച്ചിട്ട് എന്താണ്, മോഡുലസ് ഓഫ് xn minus xm is less than epsilon for all mn greater than or equal to h epsilon എന്നതും, രണ്ടാമത്തത് എന്താണ്, മോഡുലസ് ഓഫ് xn plus p minus xn is less than epsilon for all n greater than or equal to h and for all integral values of p greater than 0. അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ എളുപ്പമായിരിക്കും. കാരണം nth ടേം ഒക്കെ തന്നതുകൊണ്ട് അത് ഉപയോഗിക്കായിരുന്നു ഇവിടെ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ എടുക്കാം. nth ടേം ഓഫ് ദ സീക്വൻസ് ഇസ് ഗിവൺ an is given. So you have to apply Cauchy's convergence criterion. If possible, assume that sequence AN equal to 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n is convergent. നമ്മൾ കൺവെർജൻ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൺവെർജൻ്റ് ആണ് വെച്ചാൽ ബൈ Cauchy's convergence criterion, sequence AN is a Cauchy sequence. അല്ലേ? എന്താണ് പറയുന്നത്? Cauchy's convergence criterion says that a sequence of real numbers is convergent if and only if it is a Cauchy sequence. ഇവിടെ കൺവെർജൻ്റ് ആണെന്നതുകൊണ്ട് നമ്മൾക്കത് Cauchy's convergence criterion വെച്ചിട്ട് അത് Cauchy sequence ആയിരിക്കും. അപ്പം നമുക്ക് എപ്സിലോൺ ഒക്കെ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് therefore corresponding to epsilon equal to 1 by 2 അല്ലേ, there exists a positive എന്ന് എങ്ങനെ എഴുതുന്നുള്ളൂ കേട്ടോ. there exists a positive integer h such that for all n greater than or equal to h epsilon എന്ത് പറയാം, മോഡുലസ് ഓഫ് an plus p minus an is less than epsilon for a very integer p greater than 0. നമ്മുടെ ഡെഫിനേഷൻ ആണല്ലോ. ഇവിടെ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 1/2. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ എഴുതാം. that is modulus of an plus p minus an is less than 1/2 എന്ന് എഴുതാം അല്ലേ, for all n greater than or equal to h. ഇനി an എന്താണെന്ന് തന്നിട്ടുണ്ട്. an എന്ന് വെച്ചാൽ എന്താണ്, 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n. 1 by n plus p എന്താണ്, അല്ല an plus p എന്താണ്, 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n plus p ആണല്ലോ, മൈനസ് a എന്ന് വെച്ചാൽ 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n.
അല്ലേ? ഇതെന്ന് പറയുന്നത് ചെയ്യുമ്പോൾ എന്താ വരിക നമുക്ക്? ഇത് ലെസ് ദാൻ 1/2 എന്നാണ് കേട്ടോ നമുക്ക് എഴുതി, അല്ലേ? an പ്ലസ് പി മൈനസ് an ലെസ് ദാൻ 1/2 അങ്ങനെ വന്നു. അപ്പം എന്താ വരും നോക്കൂ, 1/n വരെയുള്ളത് ഇതൊന്ന് പോവും, ബാക്കി 1/n+1 തൊട്ട് n+p വരെയുള്ളതാണ് വരിക, അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1/n+1 plus 1/n+2 plus etc. plus 1/n+p which is less than 1/2 എന്ന് വരും. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. ഇനി നമ്മൾ n equal to h put n greater than or equal to h നാണിത് കറക്റ്റ്, അല്ലേ? ഇത് ട്രൂ ആവുന്നത്. അപ്പോൾ നമ്മൾ ഫോർ n equal to h എന്ന് എടുക്കാം, ആൻഡ് വി ക്യാൻ ടേക്ക് p ഈസ് ഓൾസോ ഈക്വൽ ടു h എന്ന് എടുക്കാം. അപ്പോൾ ഇതെന്താ വരിക? അപ്പോൾ ബിക്കംസ് 1/h+1, അല്ലേ? ഇതിലെ മുകളിൽ എച്ചും എന്നും പി എന്താണ് എച്ചും പിയും സോറി എന്നും പിയും എച്ച് എന്ന് എടുക്കാം. h+1 plus 1/h+2 plus etc. plus 1/h+h എന്താണ്? അപ്പം എന്താ വരിക നോക്കൂ, n+1 ഈസ് ലെസ് ദാൻ, h is greater than h, n is greater than h. So n+1 is greater than എന്ത് വരും? h+1. n+1 is greater than h+1. So 1/n+1 is less than 1/h+1. Or we can say that 1/h+1 is greater than 1/n+1. Similarly, we can write that similarly n+2 is greater than h+2. Also 1/n+2 is less than 1/h+2. That is 1/h+2 is similarly 1/h+2 is greater than 1/n+2. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആവുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? this is greater than പറയാം, അല്ലേ? നമുക്ക് this is greater than എന്ത് പറയാം? മോഡുലസ് ഓഫ് 1/h+1 സോറി ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. this becomes ഇങ്ങനെ, this is greater than 1/, this is greater than 1/, ഇനി നോക്കൂ h+1 എന്ത് വരും നോക്കൂ, h+1 h+1 is less than h+h, അല്ലേ? അതുകൊണ്ട് 1/h+1 is greater than 1/h+h. Similarly 1/h+2 is greater than 1/h+h. h+h എന്ന് വെച്ചാൽ 2h, അതായത് 1/2h എന്ന് വരും. ഇവിടെ 1/2h എന്ന് വരും, മനസ്സിലായോ? അപ്പോൾ എന്താ വരിക ഇവിടെ? ദിസ് ഈസ് ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 1/2h പ്ലസ് 1/2h പ്ലസ് എക്സെട്ര പ്ലസ് 1/2h എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു 1/2h എന്ന് വരും, അല്ലേ? h ഇൻറ്റു 1/2h എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പോൾ ഇതിൽ ഞാൻ നോക്കൂ, ഈ ഇക്വേഷൻ 1 ഈ ഇനീക്വാളിറ്റി 1ൽ ഞാൻ n ഈക്വൽ ടു എച്ചും p ഈക്വൽ ടു എച്ചും ഇട്ടപ്പോൾ എനിക്ക് എന്താ വന്നത്? 1/h+1 പ്ലസ് 1/h+2 പ്ലസ് എക്സെട്ര 1/h+p h+h എന്ന് വന്നു. അത് എന്നുവെച്ചാൽ h ഇടുമ്പോൾ ഇത് ട്രൂ ആവണ്ടേ, കാരണം ഇത് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ഇത് ട്രൂ ആവണം. അപ്പോൾ ഞാൻ ഇവിടെ n ഈക്വൽ ടു എച്ചും p ഈക്വൽ ടു എച്ചും ഇടുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് വന്നു? ഗ്രേറ്റർ ദാൻ 1/2 എന്നാ വരിക, അല്ലേ? അപ്പോൾ പക്ഷേ എനിക്ക് എന്താ വരണ്ടേരുന്നത്? ലെസ് ദാൻ 1/2 ആണ് വരണ്ടേരുന്നത്, പക്ഷെ എനിക്ക് ഗ്രേറ്റർ ദാൻ 1/2 ആണ് വന്നത്. അപ്പോൾ എനിക്കൊരു കോൺട്രഡിക്ഷൻ വന്നു. therefore എന്ത് പറയാം? സീക്വൻസ് കൺവെർജന്റ് ആണ്, ലെസ് ദാൻ 1/2 വരണമായിരുന്നു, പക്ഷെ എനിക്ക് ഗ്രേറ്റർ ദാൻ 1/2 വന്നു. therefore the sequence an is not convergent എന്ന് പറയാം. എഴുതാം, from
from 1 and 2, we come to a contradiction. So sequence AN is not convergent. Convergent alla namukku kittum. മനസ്സിലായോ? ഇനി next problem is, second problem is, show that the sequence y equal to sequence yn, where yn is equal to 1 by 1 factorial minus 1 by 2 factorial plus etc. plus minus 1 raised to n minus 1 by n factorial is convergent. ഇത് കൺവെർജൻ്റ് ആണെന്ന് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കൂ, ഇവിടെ 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3, ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. മോണോട്ടോൺ ആണെന്ന് പറയാൻ പറ്റില്ല. മോണോട്ടോണിക് ഇൻക്രീസിങ് എന്നോ ഡിക്രീസിങ് എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. Therefore we can say that y is not a monotone sequence. മനസ്സിലായോ? മോണോട്ടോൺ അല്ല. ഇനി ഞാൻ മോഡുലസ് ഓഫ് വൈ എം മൈനസ് വൈ എൻ കോഷിയാണെന്ന് വെച്ചാൽ കൺവെർജൻ്റ് ആണ്. ഞാനത് കോഷിയാണോ നമുക്ക് നോക്കി നോക്കാം. വൈ എം മൈനസ് വൈ എൻ എടുക്കുമ്പോൾ എനിക്ക് എന്താ വരിക എന്ന് വെച്ചാൽ, എന്താ വരിക? 1 by 1 factorial minus 1 by 2 factorial plus etc. plus minus 1 raised to m minus 1 by m minus 1 factorial plus minus 1 raised to m by m minus 1 by m minus 1 factorial minus എന്ത് വരും? 1 by 1 factorial minus 1 by 2 factorial plus etc. plus minus 1 raised to n minus 1 by n factorial. ഇവിടെ ഞാൻ അതാണ് നോക്കിയത്. ഇവിടെ m factorial by m factorial അല്ലേ? ഇങ്ങനെയല്ലേ വരിക? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിന്ന് n മൈനസ് 1 വരെയുള്ള പോകും കേട്ടോ. അപ്പോൾ എന്താ വരിക? ബാക്കി ദാറ്റ് ഈസ് ഈക്വൽ ടു minus 1 raised to minus 1 raised to n plus minus 1 raised to n minus 1 തൊട്ട് n minus 1 വരെയുള്ളത് പോവാം ഇവിടുന്ന്. അപ്പോൾ minus 1 raised to n plus 2 അല്ലേ by n plus 1 factorial അങ്ങനെയല്ലേ വരിക, പ്ലസ് minus 1 raised to n plus 3 by n plus 2 factorial plus etc. plus minus 1 raised to m plus 1 by m plus 1 minus 1 raised to m plus 1 by m factorial എന്ന് വരും. അതെ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് കേട്ടോ. -1 raised to n plus 1 എന്നാണേ ക്വസ്റ്റ്യനിൽ. -1 raised to n plus 1 by n factorial. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും അല്ലേ? ഇവിടെ m plus 1 അപ്പോൾ -1 raised to n
പ്ലസ് 1 ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സോറി. അപ്പോൾ ഇങ്ങനെ വരും -1 raised to m plus 2 n plus 2 by n plus 1 factorial plus -1 raised to n plus 3 by n plus 2 factorial plus etc. -1 raised to m plus 1 by m factorial എന്ന് വരും. This is less than or equal to modulus of a plus b less than or equal to modulus of a plus modulus of b. അതേപോലെ 1 by n plus 1 factorial plus 1 by n plus 2 factorial plus etc. plus 1 by m factorial എന്ന് വരും അല്ലേ. ഇനി നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ നോക്കൂ n plus 1 for n plus 1 factorial is n plus 1 2 നോക്കൂ n equal to 1 കൊടുക്കുമ്പോൾ എന്ത് വരും 1 plus 1 n equal to 1 കൊടുത്തു ഞാൻ n plus 1 എന്താ വരിക 2 എന്ന് വരും. n plus 1 factorial എന്ന് വെച്ചാൽ 2 factorial equal to 2 raised to which is less than 2 raised to n plus 1 2 എന്ന് പറയാം എനിക്ക് അല്ലേ. 2 factorial is less than 2 factorial അല്ലേ 2 factorialum n plus 1 factorialum 2 raised to n തമ്മിൽ നോക്കാം. 2 raised to n സോറി n plus 1 factor ഒരു മിനിറ്റ് കേട്ടോ ഇവിടെ എഴുതാം അപ്പുറത്തെ പേജിൽ എഴുതാം കേട്ടോ. നമ്മൾക്ക് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ n plus 1 factorial and 2 raised to n. ഇപ്പോൾ n 1 ആവുകയാണെങ്കിൽ n 1 വരുമ്പോൾ എന്താ വരിക 1 plus 1 factorialum 2 raised to 1 വരും. അപ്പോൾ ഇവിടെ എന്താ വരിക 2 factorialum 2 വരും. രണ്ട് ഈക്വലാണ്. ഇനി n 2 ആവുമ്പോഴെന്ത് വരും 2 plus 1 factorialum 2 raised to 2 വരും. അപ്പോൾ 2 plus 1 factorial 3 factorialum 2 square 4 ഏതാ വലുത് 6 വരും ഇവിടെ 4 വരും. ഇനി n equal to 3 വരുമ്പോൾ 3 plus 1 factorialum 2 ക്യൂബും വരും. അതായത് 4 factorial 1 into 2 into 3 into 4 24 എന്ന് വരും. ഇത് 8 എന്ന് വരും. അപ്പോൾ ഏതാ വലുത് ഇതിലെല്ലാം വലുത് ഇതാണ് വലുത് അല്ലേ. n plus 1 factorial is greater than or equal to 2 raised to n ആണ്. അപ്പോൾ therefore എന്ത് പറയാൻ എനിക്ക് n plus 1 factorial is greater than or equal to 2 raised to n. Therefore 1 by n plus 1 factorial is less than or equal to 1 by 2 raised to n എന്ന് എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ നേരത്തെ എഴുതിയില്ലേ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ എന്താണ് ഇങ്ങനെ ഒരു റിസൾട്ട് എഴുതി 1 by n plus 1 factorial plus 1 by n plus 2 factorial plus etc. plus 1 by m factorial എന്ന് എഴുതിയതുകൊണ്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by 2 raised to n plus 1 by 2 raised to n plus 1 plus etc. plus 1 by 2 raised to m minus 1 എഴുതാം കേട്ടോ. which is less than or equal to എന്തെഴുതാം which is less than or equal to 1 by 2 raised to n plus 1 by 2 raised to n plus 1 plus etc. ഈ ഫോമിൽ നമുക്ക് എടുക്കുകയാണ്. അതൊരു ഇൻഫിനിറ്റ് ഇങ്ങനെ കുറേ ടേംസ് ഉള്ള അപ് ടു ഇൻഫിനിറ്റി എടുക്കുക. ഇത് മനസ്സിലായോ ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സം എന്ന് പറയുന്നത് a by 1 minus r ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ a എന്ന് വെച്ചാൽ 1 by 2 raised to n by 1 minus r എന്ന് വെച്ചാൽ 1 by 2 ആണ് 1 by 2. അപ്പോൾ എന്താ വരിക 1 by 2 raised to n divided by 1 by 2 എന്ന് വരും. 1 by 2 raised to n minus 1 എന്ന് വരും. അതുകൊണ്ട് അപ്പോൾ എന്ത് പറയാം നമുക്ക് therefore given epsilon greater than 0 choosing a natural number h such that എന്ത് ചെയ്യണം ഈ സാധനം അതായത് ym ഇതെന്താണ് മോഡുലസ് ഓഫ് ym മൈനസ് yn ആണ്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവണം മനസ്സിലായോ. ഇത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം
choosing a natural number h such that 1 by 2 raised to h minus 1 is less than epsilon ആവണം. മനസ്സിലായോ? 1 by 2 raised to അല്ലേ, ദിസ് ഈസ് ലെസ് ദാൻ ym മൈനസ് yn ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആവണം. അപ്പോൾ h ടു ബി എ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് 1 by 2 raised to h minus 1 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആവണം. അങ്ങനെ ആ രീതിയിൽ നമ്മൾ h ചൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 1 by 2 raised to h into 2 raised to minus 1 അല്ലേ അർത്ഥം. 2 raised to h into 2 raised to minus 1 ലെസ് ദാൻ എപ്സിലോൺ. അതായത് 2 by 1 by 1 by 2 വരും അല്ലേ. 2 raised to minus 1 എന്ന് വെച്ചാൽ 1 by 2 ആണ്. ഡിനോമിനേറ്ററിൽ 1 by 2 വരുമ്പോൾ ന്യൂമറേറ്ററിലോട്ട് 2 വരും, ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. അതായത് എന്താ വരിക, ദാറ്റ് ഈസ് 2 raised to h ഈസ് which implies that 2 raised to h into epsilon is greater than 2 എന്ന് വരും. അതായത് 2 raised to h is greater than 2 by epsilon എന്ന് വരും. 2 raised to h is greater than 2 by epsilon എന്ന് വരും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ym മൈനസ് yn ഈസ് ലെസ് ദാൻ എന്താ കിട്ടി നമുക്ക്, 1 by 2 raised to n minus 1 which is less than 1 by 2 raised to h minus 1 less than epsilon for all m comma n greater than or greater than h എന്ന് എടുക്കാം അല്ലേ. therefore ഇപ്പം എന്ത് കിട്ടി, ലെസ് ദാൻ എപ്സിലോൺ ആണ് ചിലത് എന്ത് കിട്ടും നമുക്ക്, കോഷി സീക്വൻസ് ആണ് കിട്ടും. y is a Cauchy sequence. therefore by Cauchy's convergence criterion എന്ത് പറയാം, കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവർജന്റ് ആണ്, കൺവർജന്റ് ആണെങ്കിൽ കോഷി സീക്വൻസ് ആണ്. ഇവിടെ കോഷി സീക്വൻസ് ആണെന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് y ഈസ് കൺവർജന്റ് എന്ന് പറയാം അല്ലേ. കോഷീസ് കൺവർജൻസ് ക്രൈറ്റീരിയൻ വെച്ചിട്ട് y കൺവർജന്റ് ആണ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം, is third problem. Let x equal to sequence xn be defined by x1 equal to 1, x2 equal to 2 and xn is equal to 1 by 2 into xn minus 2 plus xn minus 1 for n greater than 2 ആണെങ്കിൽ show that x is a Cauchy sequence. x എന്ന് പറയുന്ന Cauchy sequence ആണ് എന്ന് പ്രൂവ് ചെയ്യുക. ഫൈൻഡ് ലിമിറ്റ് ഓഫ് സീക്വൻസ് xn കണ്ടുപിടിക്കുക. ലിമിറ്റ് ഓഫ് സീക്വൻസ് xനും കണ്ടുപിടിക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ചെയ്യാം. മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ചെയ്ത് നോക്കാം നമുക്ക്. ഈക്വൽ ടു ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ചെയ്യാൻ. ഈക്വൽ ടു മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 xn മൈനസ് xn പ്ലസ് 1 ഇതെന്ന് എഴുതുക. എന്താ വരിക അപ്പോൾ, ഹാഫ് ഓഫ് xn എന്ന് പറയുന്നത് xn മൈനസ് 2 പ്ലസ് xn മൈനസ് 1 അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് xn പ്ലസ് 1 ആകുമ്പോൾ ഹാഫ് ഓഫ് xn മൈനസ് 1 പ്ലസ് xn എന്ന് വരും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1 എന്ന് വരും. xn മൈനസ് xn മൈനസ് 1 വരും. അപ്പോൾ ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ എവരി n, ദിസ് ഈസ് ട്രൂ അല്ലേ, ഫോർ എവരി n ബിലോങ്സ് ടു n. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ഈക്വൽ ടു ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1. നമുക്ക് കിട്ടിയ കാര്യം നമ്മൾ എഴുതണം കേട്ടോ. xn മൈനസ് 1 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇനി xn മൈനസ് 1
ഓക്കെ. ഇനി മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1ന് പകരം നമുക്ക് ഇതേപോലെ എന്ത് എഴുതാം? മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1. ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1ന് പകരം എന്ത് എഴുതാം? ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എന്തെഴുതാം? xn മൈനസ് 1 അങ്ങനെയല്ലേ? നോക്കൂ, xn is equal to half of xn minus 2 plus xn minus 1. അതേപോലെ xn and it is given that modulus of xn minus xn plus 1 is equal to half into modulus of xn minus 1. That is, this can be written as into half into xn minus 1 minus xn minus 2. ഇങ്ങനെ എഴുതാം. മോഡുലസ് ഓഫ് xn മൈനസ് 1 മൈനസ് xn മൈനസ് 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 1 മൈനസ് xn മൈനസ് 2 എന്ന് കിട്ടിയല്ലോ നമുക്ക്. ഇനി അതിനെ വീണ്ടും നമ്മൾ എഴുതുക 1/2 സ്ക്വയർ ഇൻറ്റു ഈ മോഡുലസ് ഓഫ് xn മൈനസ് 1 മൈനസ് xn മൈനസ് 2നെ വീണ്ടും നമ്മൾ എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇൻറ്റു ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് 2 മൈനസ് xn മൈനസ് 3 എന്ന് എഴുതാം. മനസ്സിലായോ? അങ്ങനെ എഴുതി കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ക്യൂബ് ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 2 മൈനസ് xn മൈനസ് 3 എന്ന് വരും. അങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ലാസ്റ്റിൽ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു അതായത് നോക്കൂ, 1/2 ക്യൂബ് ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 2 മൈനസ് xn മൈനസ് 3 ആണ്. xn മൈനസ് 3 ആകുമ്പോൾ ഇവിടെ 1/2 ക്യൂബ് വരും. അപ്പോൾ നമുക്ക് 1/2 റേസ് ടു ഇങ്ങനെ ലാസ്റ്റ് എന്ത് വരും? ലാസ്റ്റ് x2 മൈനസ് x1 അല്ലേ വരണ്ടേ? x2 മൈനസ് x1 എന്ന് വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം? 1/2 റേസ് ടു n മൈനസ് 1 അല്ലേ? അങ്ങനെയല്ലേ വരേണ്ടത്? നോക്കൂ, n മൈനസ് 2 ആകുമ്പോഴാണ് n മൈനസ് 2 വരുന്നത്. അതായത് n മൈനസ് 2 സ്ക്വയർ എന്ന് വരുന്നത്. അതേപോലെ മോഡുലസ് ഓഫ് x2 മൈനസ് x1 വരുമ്പോൾ 1/2 റേസ് ടു n മൈനസ് 1 എന്ന് വരും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ ടേക്ക് m ഗ്രേറ്റർ ദാൻ n അങ്ങനെ എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് xn മൈനസ് xm ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം നമ്മൾ. xn മൈനസ് xmനെ xn മൈനസ് xn പ്ലസ് 1 പ്ലസ് xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 അങ്ങനെ എഴുതാം. അതായത് ഞാൻ എഴുതാം, അല്ലെങ്കിൽ ആദ്യം എഴുതിയിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതാം. That is equal to modulus of xn minus xn plus 1 plus xn plus 1 minus xn plus 2 അങ്ങനെ എഴുതാം നമ്മൾ. പ്ലസ് എക്സെട്ര പ്ലസ് xm minus 1 minus xm എന്ന് എഴുതാം. Which is less than or equal to modulus of xn minus xn plus 1 plus modulus of xn plus 1 minus xn plus 2 plus etc plus modulus of xm minus 1 minus xm. This is by using triangle inequality. അല്ലേ? modulus of a plus b less than or equal to modulus of a plus modulus of b. triangle inequality വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി modulus of xn minus xn plus 1 is എന്താ നമുക്ക് പറയാം? less than or equal to 1/2 raised to n minus 1. അടുത്ത മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 റേസ് ടു n മൈനസ് n പ്ലസ് 2 വരും. അപ്പോൾ എന്താണ്? 1/2 റേസ് ടു n അല്ലേ? 1/2 റേസ് ടു n പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു m മൈനസ് 2 അങ്ങനെയല്ലേ വരിക? മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ഈസ് എന്താ എഴുതിയത്? 1/2 റേസ് ടു n മൈനസ് 1 എഴുതി. അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാം എഴുതുന്നത്. മോഡുലസ് ഓഫ് xn പ്ലസ് 1
മൈനസ് എക്സ് എൻ പ്ലസ് ടു എന്തെഴുതുക? ഇതേപോലെ 1/2 റേസ് ടു ഈ എൻ പ്ലസ് വണ്ണിനേക്കാൾ ഒന്ന് കുറച്ച് എഴുതുക. അതാണ് അതാണ് എഴുതിയത് 1/2 റേസ് ടു എൻ. മനസ്സിലായോ? അടുത്തത് 1 മോഡുലസ് ഓഫ് എക്സ് എം പ്ലസ് എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ അല്ല ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/2 റേസ് ടു എം മൈനസ് വണ്ണിനേക്കാൾ ഒന്ന് കുറച്ച് എഴുതുക. അതായത് 2 റേസ് ടു എം മൈനസ് 2. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. വിച്ച് ഈസ് ലെസ് ദാൻ 1/2 റേസ് ടു എൻ മൈനസ് 1 പ്ലസ് 1/2 റേസ് ടു എൻ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി വരെ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം നമുക്ക്? a plus ar plus ar square plus etc. equal to 1/2 raised to n minus 1 by 1 minus 1/2. That is equal to 1/2 raised to n minus 2 എന്ന് വരും. 1/2 raised to n minus 2. Therefore, given any epsilon greater than 0, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് എടുക്കുക നമ്മൾ. given any epsilon greater than 0, choosing a natural number h such that 1/2 raised to h minus 2 less than epsilon ആയിട്ട് എടുക്കുക. അതായത് 1/2 raised to h into 2 raised to minus 2 less than epsilon, which implies that 1/2 raised to h is less than അല്ലേ ഇൻറ്റു 1/2 raised to minus 2 എന്ന് വെച്ചാൽ 4 മുകളിൽ വരും അല്ലേ, ന്യൂമറേറ്റർ വരും, ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. അതായത് 2 raised to h into epsilon is greater than 4 എന്ന് വരും. 2 raised to h into epsilon ഇവിടെ എഴുതാം. 2 raised to h into epsilon is greater than 4 എന്ന് വരും. അതായത് എന്താ വരിക? അതായത് 2 raised to h is greater than 4 by epsilon എന്ന് വരും. അപ്പോൾ എന്താ വരിക? Therefore, we get modulus of xn minus xm is less than 1/2 raised to h minus 2. h minus 2 ആണ് കേട്ടോ. 1/2 raised to h minus 2, which is less than epsilon for all m, n greater than h എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കോഷി സീക്വൻസ് എക്സ് മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore എക്സ് ഈസ് എ കോഷി സീക്വൻസ്. എക്സ് എന്ന് വെച്ചാൽ സീക്വൻസ് എക്സ് എൻ. CAUCHY കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. എക്സ് ഈസ് എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. therefore by Cauchy's convergence criterion വെച്ചിട്ട് x is convergent അല്ലേ? കോഷി ആണെന്ന് വെച്ചാൽ കൺവെർജൻ്റ് ആണ്, കൺവെർജൻ്റ് ആണെന്ന് വെച്ചാൽ കോഷിയാണ്. ഇവിടെ കോഷി ആയതുകൊണ്ട് കൺവെർജൻ്റ് ആണ്. കൺവെർജൻ്റ് ആയതുകൊണ്ട് ലിമിറ്റ് ഉണ്ടായിരിക്കും. therefore limit of sequence x equal to sequence xn exist and let it equal to x എന്ന് എടുക്കുക. therefore this is equal to x. let therefore limit of x equal to small x എന്ന് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore xn is equal to half of xn minus 2 plus xn minus 1 ആയതുകൊണ്ട് ഇതിൽ ഞാൻ എന്നിന് 3, 4, 5 അങ്ങനെ ഇടും. അപ്പോൾ ഞാനത് നമുക്ക് അടുത്തതിലിടാം, എന്നാലും മനസ്സിലാവുള്ളൂ. എങ്ങനെ എഴുതേണ്ടത് വെച്ചാൽ ഇവിടെ ഒന്നുകൂടെ എഴുതാം കേട്ടോ. xn is equal to half of xn minus 2 plus xn minus 1 എടുക്കുക. അപ്പോൾ x3 ഇടുമ്പോൾ 3, 4, 5 എന്നാണ് ഇടുന്നത് കേട്ടോ. half of xn minus 2 അപ്പോൾ എന്താ വരിക? x1 xn minus 1 എന്താ വരിക? x2 അല്ലേ? x4 equal to half of ആണ് കേട്ടോ. half of x2 plus x3. x5 equal to half of x3 plus x4. x6 is equal to half of x4 plus x5.
and etc. so on, and xn minus 1 is equal to half of xn minus 2, xn minus 3, 2 minus ചെയ്യണ്ടേ, plus xn minus 2, and xn is equal to half of xn minus 2 plus xn minus 1. ഇങ്ങനെ വരും അല്ലേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ for n equal to 3, 4, etc. up to n ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരിക. ഇതെല്ലാം കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുമ്പോൾ adding all these equations we get, ഈ സൈഡെല്ലാം കൂടെ ആഡ് ചെയ്യുക, ഈ സൈഡെല്ലാം കൂടെ നോക്കൂ. ഈ x3 എടുക്കുമ്പോൾ നമ്മൾ x3 തൊട്ട് നോക്കൂ, ഇവിടെ ഇവിടെ ഒരു ഹാഫ് x3 ഉണ്ട് അല്ലേ, x3 പ്ലസ് ഹാഫ് x3, ഇവിടെ x3 ഉണ്ട് ഹാഫ് x3 ഉണ്ട്, അപ്പോൾ x3 ഉണ്ട്. അപ്പോൾ ഈ x3 മൈനസ് x3 നമുക്ക് 0 ആയിട്ട് വരും. അപ്പം x3 0 ആവും, x4 0 ആവും, മനസ്സിലായോ? x3 തൊട്ട് 0 ആയിട്ട് വന്നിട്ട് ബാക്കി എന്തൊക്കെയാണുള്ളത് നോക്കുക. അപ്പോൾ ബാക്കി എന്താണ്, ഈ സൈഡിൽ എന്താണ് വരിക, ബാക്കിയുള്ള ലാസ്റ്റിലെ xn ഉണ്ടാവും ബാക്കിയായിട്ട്. പിന്നെ ഇവിടുത്തെ ഈ പിന്നെ നോക്കൂ x3 നമുക്ക് പോകും, x3 പോകും, ഇവിടെ ഹാഫ് x3 പോകും, അതുപോലെ x4ഉം ഹാഫ് x4ഉം പോകും, അങ്ങനെ ഇതുവരെ ഇങ്ങനെ പോകും, ഇത്രയും വരെ പോകും, ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ കിടക്കും അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, ഈ സൈഡിൽ നമുക്ക് x3 പോകും, x4 പോകും, ഇങ്ങനെ എല്ലാം പോയിട്ട് xn പ്ലസ് ഹാഫ് ഓഫ് xn മൈനസ് 1 ഈക്വൽ ടു ഈ സൈഡിൽ ഹാഫ് x1 ഉണ്ടാവും. ഹാഫ് ആണെന്ന് തോന്നുന്നില്ല അല്ലേ, കണ്ട 1/2 ആണ് എഴുതാം. ഇവിടെ 1/2 x1 ഉണ്ടാവും, പ്ലസ് 1/2 x2 ഉണ്ടാവും, പ്ലസ് 1/2 x2 ഉണ്ടാവും. അതിന് അല്ല 1/2 x2 പ്ലസ് 1/2 x2 വരും അല്ലേ. അപ്പോൾ എന്താ വരിക, x2 ആയിരിക്കും വരിക. 1/2 x2 പ്ലസ് 1/2 x2 എന്ന് പറയുമ്പോൾ x2 വരും. ഓക്കെ, x2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഞാൻ ഹാഫ് ഓഫ് x1 പ്ലസ് 2x2 എന്ന് എഴുതാണ്. കാരണം എനിക്ക് x1ൻ്റെയും x2ൻ്റെയും വാല്യൂ അറിയാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 ഈസ് 1 ആൻഡ് x2 ഈസ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5/2 എന്ന് വരും. അപ്പോൾ എന്താണ് വന്നത്, എനിക്ക് xn പ്ലസ് ഹാഫ് xn മൈനസ് 1 ഈക്വൽ ടു 5/2. ഇനി ഈ ആസ് n tends to infinity, this becomes, the above equation becomes n tends to infinity ആകുമ്പോൾ xn tends to x അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്, ലിമിറ്റ് ഓഫ് xn ഈക്വൽ ടു x എന്നല്ലേ പറഞ്ഞത്. ഓൾസോ xn മൈനസ് 1 ഓൾസോ ടെൻസ് ടു x എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 5/2 എന്ന് വരും. അതായത് 3/2 x എന്ന് പറയുന്നത് അല്ലേ, 3/2 x എന്ന് വെച്ചാൽ 5/2 വരും. അപ്പോൾ 3x ഈക്വൽ ടു 5 എന്ന് വരും, x ഈക്വൽ ടു 5/3. x എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് x ആണ് സ്മോൾ x എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് x ഈക്വൽ ടു 5/3, ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് സീക്വൻസ് xn ഈക്വൽ ടു 5/3 ആണ് ആൻസർ. 5/3 എന്ന് വരും ആൻസർ, 5/3 എന്ന് വരും. ഓക്കെ, ഇനിയും പ്രോബ്ലംസ് തരാം, ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ, ആലോചിച്ച് ചെയ്യാം. ഓക്കെ.